എന്റെ സത്യഭാമേ, ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പറക്കാൻ പോകുന്നതായിരുന്നു. അതാവുമ്പോ മുതൽ മുടക്ക് വേണ്ടല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പികൾ പറക്കി വിറ്റാലും നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ള വക കിട്ടും. വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കുമല്ലോ. പട്ടമെത്തേല് കിടക്കേണ്ടവൻ ഇവിടെ വന്ന് കയറുകട്ടിലിൽ കിടക്കൂ. കിടന്നാ തന്നെ അവന് ഉറക്കം വരൂ. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, ഇറങ്ങിപ്പോ ഇവിടുന്ന്. പക്ഷേ എനിക്ക് പറയാനുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തന്നെ നിനക്ക് അഭിമാനമായിട്ടല്ലേ തോന്നേണ്ടത്? മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന, എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും കഴിഞ്ഞിരുന്ന ആഠ്യത്വത്തിന്റെ ജ്വലിക്കുന്ന സ്ത്രീരൂപം ഇപ്പൊ വെറും നിസ്സാര കാശിന്റെ ലാഭവും പ്രതീക്ഷിച്ച് വീട് വീടാന്തരം നടന്ന് കച്ചവടം നടത്തുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്താലേ സംഗതി അങ്ങ് കത്തിക്കയറും. കളക്ടറായ മരുമകള് ശാലിനിക്കിട്ട് ഇതിന്റെ പേരിലൊരു കൊട്ടും കൊടുക്കാം. ആപത്ത് കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകനും കളക്ടറായ മരുമകളും ബിഗ് ഷോപ്പറൻ കയ്യിൽ തൂക്കി നടക്കുന്നതിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താലേ സംഗതി ജോറാവും. വസുമതി, മതി മതി നിന്റെ ആറാട്ട്. ഓ, അത് പിന്നെ ഭാര്യയെ പറയുമ്പോ ഭർത്താവിന് കൊള്ളുമല്ലോ. രാഘവേട്ടാ, എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഇവരോടുണ്ട്. കാരണം ഇവരൊറ്റ ഒരുത്തി കാരണാ നിങ്ങളുടെ കുടുംബത്തിന് ഗതി വന്നത്. ഇന്നിപ്പോ ഞാനീ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടില്ലേ, ഇന്നതിന്റെ ലേലമാണ്. നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴേ ആ വീട്ടിൽ എനിക്കൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഞാനതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മകന് വേണ്ടി. അവനെയും അവന്റെ ഭാര്യയെയും, അതായത് നിങ്ങളെ സ്വന്തം മകളായ പ്രീതിയെ ആ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം, ഒരു കൊതി. അതിനുവേണ്ടി കുറച്ച് പണവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോക്ക. ഒത്തു വന്നാ ഞാനതങ്ങ് ലേലത്തിൽ പിടിക്കും. പിടിച്ച ഒരെണ്ണം ബന്ധവും സ്വന്തവും പറഞ്ഞ് ആ വഴിക്ക് വന്നു പോരുത്. അതെ, മുൻകൂറായിട്ടൊന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ വഴിക്ക് വന്നത്.